നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ ഫേമസ് ആയ ചർച്ച് സ്ട്രീറ്റിലാണുള്ളത്. ചർച്ച് സ്ട്രീറ്റിലെ വിശേഷങ്ങളും ഒരു ക്രിസ്മസ് ഈവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഞങ്ങളുടെ വാ നിങ്ങളെ. ബാംഗ്ലൂരിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ തിരക്കേറിയ ഒരു തെരുവാണ് ഈ ചർച്ച് സ്ട്രീറ്റ്. MG റോഡ് മെട്രോയുടെ നേരെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. ബ്രിഗേഡ് റോഡ് മുതൽ സെൻട്രൽ മാർക്സ് റോഡ് വരെയുള്ള ഏകദേശം 750 മീറ്ററാണ് ഈ വിശാലമായ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അത് നയിക്കുന്ന സെൻട്രൽ മാർക്സ് കത്തീഡ്രലിന്റെ പേര് തന്നെയാണ് ഈ തെരുവിന് നൽകിയിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് എന്നതിലുപരി ചർച്ച് സ്ട്രീറ്റ് ഒരു പ്രധാന ഷോപ്പിംഗ് ആൻഡ് നൈറ്റ് ലൈഫ് ഏരിയ കൂടിയാണ്. ഇത് ഞാൻ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച ഡ്രസ്സായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചാണ് ഇത് ഇട്ടു. നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് നമ്മൾ കവറിലാക്കി യൂസ് ചെയ്യുന്നുണ്ട്. 2017 ചർച്ച് സ്ട്രീറ്റിൽ ഏകദേശം 9 കോടി രൂപയുടെ പുനർവികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത് നഗരത്തിലെ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ തെരുവായും മാറി. കർണാടകയുടെ സാംസ്കാരിക പൈതൃകം പ്രതിഫലിപ്പിക്കുന്നതിനായി കസോട്ടി മാതൃകയിലാണ് ഇവിടെ ഉരുളൻ കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 2020 ചർച്ച് സ്ട്രീറ്റ് ക്ലീൻ എയർ സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടത്തി. ഈ സമയത്ത് തെരുവാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് കാൽനടക്കാരുടെ ഒരു മേഖലയാക്കി മാറ്റിയിരുന്നു ചർച്ച് സ്ട്രീറ്റിനെ. പിന്നെ ഫുഡുകൾക്ക് പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം 90% സ്ട്രീറ്റ് ഷോപ്സും നമ്മുടെ സ്വന്തം മലയാളികളുടെ തന്നെയാണ്. അതൊരു അഭിമാനിക്കത്തക്ക കാരണം തന്നെയാണ് കേട്ടോ. 2014 ഡിസംബർ 28 ബംഗളൂരുവിലെ ഈ ചർച്ച് സ്ട്രീറ്റിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്. നമ്മളിൽ ചിലർക്കെങ്കിലും അത് ഓർമ്മ കാണും. ചർച്ച് സ്ട്രീറ്റിലെ കോക്കനട്ട് ഗ്രോവ് റെസ്റ്റോറന്റിന് പുറത്തുള്ള നടപ്പാതയിൽ പൂച്ചട്ടിൽ സ്ഥാപിച്ചിരുന്ന ഒരു IED ഡിവൈസാണെന്ന് പൊട്ടിത്തെറിച്ചത്. ഏകദേശം രാത്രി 8:30 ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതൊരു പ്രശസ്തമായ ആഘോഷ കേന്ദ്രമാണ്. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഇവിടുത്തുകാർക്കൊരു വൈബ് തന്നെയാണ്. കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊരു സൂപ്പർ ചിക്കൻ റോളാണ്. നമ്മുടെ നാട്ടിലെ രീതിയിൽ പറഞ്ഞാൽ ഒരു ഷവർമ. ഇവിടുന്ന് അനാരോഗ്യമായ ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ ഈ സ്ട്രീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണത്തെ കണ്ടില്ലെന്നടിച്ച് ഞങ്ങൾ പോവുകയാണ്. ബൈ.